അങ്ങനെ 102 സീറ്റുകൾ നേടി അതിശക്തമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് 37 സീറ്റിലേക്ക് തകർന്ന് തരിപ്പണമായിരിക്കുന്നു LDF അല്ലെങ്കിൽ ഇടതുപക്ഷം. ഇനി കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ആരായിരിക്കും അടുത്ത 5 വർഷം കേരളം ഭരിക്കുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിലവിലെ മുതിർന്ന നേതാക്കളിൽ അതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി KC വേണുഗോപാലാണ്. എന്താണ് ബാദുഷയുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ സമയം മുതൽ VD സതീശൻ്റെ പേരാണ് എല്ലാ മാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ നോക്കണം, ആദ്യം മുതൽ ഇതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പായിക്കോട്ടെ, VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നതായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി ഏതൊരു കാര്യത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന 2021 ഇനിയൊരു കോൺഗ്രസിന് തിരിച്ചു പോക്കില്ല, അല്ലെങ്കിൽ ഇനിയൊരു കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥാനത്ത് നിന്നും ഇന്നീ കാണുന്ന 102 എന്ന സ്വപ്ന തുല്യമായ സീറ്റിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതിൽ VD സതീശനെ എല്ലാവരും പറയുമ്പോൾ അതിനേക്കാളും മുന്നേ അതിനുവേണ്ടി പങ്കുവച്ച അതിനൊരു നേതൃത്വം കൊടുത്ത നേതാവാണ് KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ അന്ന് കേരളത്തിലെ ഒരു MLA-മാരുടെയും സപ്പോർട്ടില്ലാതെയാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നത്. സാധാരണ നമുക്ക് പ്രതിപക്ഷ നേതാവൊക്കെ ആവണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് MLA-മാരുടെ പിന്തുണ വേണം. ഒരു MLA-മാരുടെയും പിന്തുണ തേടാതെ AICC നേരിട്ടെടുത്ത് തീരുമാനിച്ചതാണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിനോട് VD സതീശനടക്കമുള്ള ബാക്കി നേതാക്കന്മാരോടും KC വേണുഗോപാൽ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. ഇത് നമ്മുടെ തകർച്ചയല്ല, ഒരു പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി. ആ കൂടെ നിന്നതിൻ്റെ ഫലമാണ് ഇന്നീ കാണുന്ന 102 സീറ്റൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ KC വേണുഗോപാൽ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിരുന്നത് വെറുതെ അല്ല. ഈ 5 വർഷവും എല്ലായിടങ്ങളിലും എല്ലാ സ്ഥലത്തും KC വേണുഗോപാൽ ഓരോ മേഖലയിൽ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ നേതാക്കന്മാർ മാറുന്ന നേതാക്കന്മാരെല്ലാം കൂട്ടിയോജിപ്പിച്ച് വിമത ശബ്ദം ഉണ്ടാക്കിയവരെല്ലാം കൂടെ ചേർത്ത് നിർത്തി അങ്ങനെ തുടങ്ങി കൃത്യമായൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുപോയി അല്ലേ? നോക്കിയാൽ മതി, കഴിഞ്ഞ 5 വർഷത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ഘടകകക്ഷികളൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കാനായിട്ടുള്ളൊരു വലിയൊരു കഴിവ്, ഒരു നയതന്ത്രപരമായിട്ടുള്ളൊരു കഴിവ് KCക്കുണ്ട്. വെളിയിലേക്ക് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തിടാൻ വരണ്ട, അത് നമ്മൾക്കിടയിൽ തന്നെ തീർക്കണം എന്നുള്ളൊരു വ്യക്തമായൊരു ബോധ്യം KCക്കുണ്ട്. അത് പലപ്പോഴും വിജയിച്ചിട്ടുമുണ്ട്. VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് KC വേണുഗോപാലാണ്. അന്ന് ഒരു മന്ത്രി പോലും ഇതുവരെ ആയിട്ടില്ലാത്ത, ഒരു നേതാവ് പോലും ഒന്നിലുമായിട്ടില്ലാത്ത, അതിപ്പം KSU മുതലെടുക്കുകയാണ്, KSUലോ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലോ അല്ലെങ്കിൽ KPCCയിലോ പോലും പ്രധാനപ്പെട്ട ഭാരവാഹിത്വം ഇല്ലാത്ത ഒരാളെ ആ സതീശൻ മതി എന്നുള്ള ഒറ്റ വാക്കിൽ, KCയുടെ ഒറ്റ വാക്കിലാണ് സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. ശരിക്കും ഒരു പ്രധാന കാരണം ഈ VDക്ക് എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് വേണം എന്നുള്ളൊരു വാശിയുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പറഞ്ഞതുപോലെ ഞാനാണ് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിക്കൊണ്ട് പോകുന്നത് എന്ന് വരുത്തി തീർക്കാൻ VD ശ്രമിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് KCയുടെ സ്റ്റാൻഡ്. കാര്യം KC എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പാർട്ടിയിലെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ നേതാക്കൾക്കും ജനങ്ങൾക്കും അറിയാം. അത് മതി എൻ്റെ ക്രെഡിറ്റ് എന്നുള്ളതാണ് KCയുടെ സ്റ്റാൻഡ്. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇപ്പം നടന്ന 2026 തെരഞ്ഞെടുപ്പിൽ BJP CPM ഡീല് ആദ്യം പുറത്തു കൊണ്ടിരുന്നത് KC വേണുഗോപാലൻ. അതായത് ഡൽഹിയിൽ അമിത്ഷായുടെ വീട്ടിൽ പിണറായി വിജയൻ നേരിട്ട് പോയി സന്ദർശനം നടത്തിയത്, അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ അവനെ കാണാൻ വേണ്ടി സ്വകാര്യ സന്ദർശനം നടത്തിയത്, അങ്ങനെ തുടങ്ങി നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ പോയി കാണുന്നത്, അതായത് നാഗ്പൂരിൽ പോയിട്ട് നിതിൻ ഗഡ്കരി സ്വകാര്യ രഹസ്യമായ കേന്ദ്രത്തിൽ പോയി കണ്ട് സംസാരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് KC വേണുഗോപാലൻ. KC വേണുഗോപാൽ അത് പുറത്തു വന്നപ്പോൾ അന്ന് മാധ്യമങ്ങൾ പോലും ഞെട്ടലോടായിരുന്നു. അതുവരെ CPM രഹസ്യമാക്കി വെച്ചിരുന്ന സാധനം പെട്ടെന്ന് പുറത്തു വരികയും അത് പിന്നീട് അത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുകയും അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തി. അതായത് അവിടെ നടക്കുന്നത് BJP CPM തമ്മിലുള്ള ഡീലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം BJPയുടെ അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. അതായത് കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം കെട്ടിപ്പടുക്കണം, അവരുടെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് CPM കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിരോധാഭാസമായ കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഏറ്റവും വലിയ ടാഗ് ലൈൻ, അതായത് UDF ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ ടാഗ് ലൈൻ എന്ന് പറഞ്ഞത് ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള ഒരു അതിന് താഴെയായിരുന്നു ഈ 5 ഗ്യാരണ്ടികൾ. KSRTC ബസ്സിലടക്കമുള്ള സ്ത്രീകളുടെ സൗജന്യ യാത്ര അടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ. അത് രൂപീകരിച്ചതും അതിൻ്റെ ഒരു ഐഡിയ സൂത്രധാരൻ എന്ന് പറയുന്നതും KC ആണ് അല്ലേ? KC പറഞ്ഞ പോലെ അത്തരത്തിൽ മാത്രമല്ല KC എന്ന് പറയുമ്പോൾ ഇവരത് കർണാടകയിൽ പയറ്റിയ കാര്യമാണ്. കർണാടകയിൽ പയറ്റി വിജയം തെളിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് KC അത്ര കോൺഫിഡൻസോടെ പറയുന്നത് ഞങ്ങൾക്ക് 5 കാര്യങ്ങൾ കൊടുക്കാം. അതിനകത്ത് 25 ലക്ഷത്തിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര. ഈ സാധനം
പലരും പ്രതിപക്ഷം അടക്കം ഇന്നിപ്പോ പ്രതിപക്ഷം ഈ പ്രതിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് LDF ആണ്. ഇപ്പോഴത്തെ ഭരണപക്ഷം അടക്കമുള്ളവർ അവർ പറയുന്നത് ഇതെങ്ങനെ നടപ്പിലാക്കും, ഇതൊക്കെ നടക്കാൻ പറ്റാത്ത കാര്യമാണെന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ KC പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ ചെയ്ത് തെളിയിച്ചതാണ്, ചെയ്ത് വിജയിപ്പിച്ച ഞങ്ങൾ നടത്തിയിട്ടാണ്, ഞങ്ങൾക്ക് അറിയാം അതെങ്ങനെ കൊണ്ടുപോകണമെന്ന്. അത് KC തന്നെ അങ്ങനെ കൊണ്ടുവന്ന KCയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഈ 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കിയിരിക്കും. അതിന്റെ ഉത്തരവാദിത്തം KC വേണുഗോപാലിന് തന്നെയാണ്. അത് നടപ്പിലാക്കാൻ കഴിവുള്ള ആള് തന്നെയാണ്. ഇലക്ഷൻ ക്യാമ്പയിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KC ഓടി നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. 80 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 86 പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ചെറിയ കാര്യമല്ല. ദേശീയ നേതൃത്വം പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അവിടെ സംഭവിക്കുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ 80 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വെറുതെ ആലോചിച്ചത് 80 മണ്ഡലങ്ങൾ അടുത്തടുത്ത മണ്ഡലങ്ങളല്ല, പാറശാല മുതൽ അങ്ങനെ കാസർഗോഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഈ മനുഷ്യൻ ഡൽഹിയിൽ നിന്ന് ഓരോ തവണയും വരുവാണ്. ഓരോ തവണയും വന്ന് ഓരോ കാര്യങ്ങളും ഇടപെട്ട് സംസാരിക്കുന്നു, എല്ലാ മണ്ഡലങ്ങളിലും പോകുന്നു. 86 വേദികൾ ആലോചിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതായത് 86 വേദികളിൽ സംസാരിക്കുന്നു. 86 വേദികൾ എവിടെ ഇരിക്കുന്നത്? 166 ഇടത്ത്. നമുക്ക് ആകെ ഉള്ളത് 144 മണ്ഡലങ്ങളാണ്, അല്ലെ 140 മണ്ഡലങ്ങളാണ്. 140 മണ്ഡലങ്ങൾക്ക് പകരം അവിടെ 166 ഇടത്താ സംസാരിക്കാൻ പോകുന്നത്. ഏത് നേതാവ് കേരളത്തിൽ നിന്ന് പോയത്? ഏത് ദേശീയ നേതാവ് ഇതുപോലെ പോയിട്ടുള്ളത്? നമുക്കറിയാം ഇത്തവണ കേരളത്തിലെ പല സ്ഥാനാർത്ഥികളും അതിൽ ചാണ്ടിയുമ്മൻ അടക്കമുള്ളവർ മറ്റ് ജില്ലകളിൽ പോയി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായില്ല. എന്നാൽ ഒരു ദേശീയ നേതാവ് 166 ഇടത്ത് ഇങ്ങനെ പോയി സംസാരിക്കണമെങ്കിൽ ഒരു AICC സെക്രട്ടറിയാണ്, AICC ജനറൽ സെക്രട്ടറിയാണ്. ഇങ്ങനെ പോകണം. കാര്യം എന്താണ്? എൻ്റെ കേരളമാണ്, എൻ്റെ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് നിലനിൽക്കണമെന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ എനിക്കാണ് പ്രധാന പങ്ക് എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് വന്നത്. കാരണം 5 വർഷം മുന്നേ 2021 AICC ആയിരുന്ന അല്ലെങ്കിൽ KC വേണുഗോപാൽ എടുത്തൊരു ഉത്തരവാദിത്തമാണത്. കേരളത്തിൽ ഞാൻ കോൺഗ്രസിനെ കൊണ്ടുവന്നിരിക്കുമെന്നുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 102 സീറ്റ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളിലെ വോട്ട് കൃത്യമായിട്ട് തന്നെ UDFന്റെ പോക്കറ്റിലേക്ക് എത്തിയെന്നുള്ളതിനുള്ള പ്രധാന ക്രെഡിറ്റും KC അവകാശപ്പെട്ടതാണ്. FCRA ഉൾപ്പെടെയുള്ള ഭേദഗതികൾ, നിയമ ഭേദഗതികൾ വരുമ്പോൾ അതിശക്തമായിട്ട് തന്നെ അതിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചതും ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തതും KC ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം ഈ ഹൈന്ദവ വോട്ടുകളെല്ലാം ഏകീകരിച്ചത് KC വേണുഗോപാൽ. അതിൻ്റെ പ്രധാനപ്പെട്ട ശബരിമല വിഷയം വന്നല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആദ്യം മുതൽ അവസാനം വരെയും ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, 2 തെരഞ്ഞെടുപ്പിലും ഇടതടവില്ലാത്ത ചർച്ചയാക്കിയത് KC വേണുഗോപാലാണ്. അത് കൃത്യമായി കൊണ്ടുപോയി. അതിനൊപ്പം തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ 102 സീറ്റ് എന്നുള്ള വിജയം ഒരു പിഴവില്ലാത്ത സ്ഥാനാർത്ഥി നിർണ്ണയം കൂടിയാണ്. ആ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ് ഇവിടെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മതി. AICC നടത്തുന്ന മാസങ്ങളോളം അങ്ങനെ ഇരുന്ന നീണ്ട സഭകളും അതുപോലെ പഠനങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം എല്ലാ ജനങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന, എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യരായ, കൃത്യമായി അർഹതയുള്ള ഡിസർവിംഗ് ആയ നേതാക്കളെ തന്നെ ഇത് മത്സരത്തിന് ഇറക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച പട്ടിക തന്നെയാണ് വന്നിട്ടുള്ളത്. ആ പട്ടികയിൽ നോക്കിയാൽ മതി എത്ര പേരാ തോറ്റുപോയെ. നിസ്സാരമായ ആൾക്കാരെ മാത്രം തോറ്റുപോയിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ തോറ്റ എങ്ങനെയാ? അതും തുച്ഛമായ വോട്ടുകൾക്ക്. പലയിടങ്ങളിലും 96 വോട്ട്, 196 വോട്ട്, 120 വോട്ട്, അല്ലെങ്കിൽ 1500, ഒരു 5000 താഴെ വോട്ടുകളാണ്. പലരും നിസ്സാര വോട്ടുകൾക്ക് തോറ്റു പോകുമ്പോഴും 102 പേര് കൃത്യമായി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് KC വേണുഗോപാൽ രാഷ്ട്രീയ ചാണക്യന്റെ അതെ. മറ്റു പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സ്വാഭാവികമായും എല്ലാ തെരഞ്ഞെടുപ്പ് ഈ വിമത ശബ്ദങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം. അതിലേക്കാണ് ഞാൻ പറയാൻ വന്നത്. ഇത്തവണ നമ്മൾ കണ്ട ഈ പറഞ്ഞ പല പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്, അല്ലെങ്കിൽ പല അത്ഭുതങ്ങളിലൊന്ന്, ഞാൻ ആദ്യം ഇത് കോൺഗ്രസിനെ പറയാം. കോൺഗ്രസ് സംബന്ധിച്ചോളം കോൺഗ്രസിൽ എപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴെല്ലാം ഉണ്ടാകും അപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. വിമത ശല്യങ്ങൾ ഉണ്ടാകാറുണ്ട്, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ വലിയ ആഭ്യന്തര കലഹങ്ങളിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഇവിടെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മറ്റു പാർട്ടികളിൽ നിന്നും, അതായത് CPM അടക്കമുള്ള പാർട്ടികളിൽ നിന്നുള്ള വിമതരെ കൃത്യമായി എത്തിക്കാൻ, പാർട്ടി ചേരിയിൽ മുന്നണിയിലേക്ക് എത്തിക്കുകയും കോൺഗ്രസിന്റെ ലേബലിൽ മത്സരം, അതായത് കൈപ്പത്തി ചെലുത്തി മത്സരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് കുഞ്ഞികൃഷ്ണൻ ആയിക്കോട്ടെ, അതുപോലെ ഗോവിന്ദൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും മത്സരിക്കുക മാത്രമല്ല പാർട്ടി കോട്ടകൾ തകർത്തു. ജയിച്ചത് ഭൂരിപക്ഷത്തിലല്ലേ? പലയിടത്തും വലിയ ഭൂരിപക്ഷം. കണ്ണൂരിലെ അടക്കം പാർട്ടി ഗ്രാമങ്ങളിൽ ചെറിയൊരു കാര്യമല്ല. പയ്യന്നൂർ തളിപ്പറമ്പ് അടക്കം ഉജ്ജ്വല വിജയം നേടിയിട്ടാണ് വിജയം. തീർച്ചയായിട്ടും അത് പറയണ്ടേ. അതൊക്കെ എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയ ചാണക്യന്റെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളാണ്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതുപോലെ പക്ഷേ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൽ നിന്ന് വലിയ വിമതർ
മത്സരിക്കാത്ത ഒരുപക്ഷെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. വലിയ വിമതശല്യം ഇല്ലാതെ കോൺഗ്രസിൽ നിന്ന് വിമതർ ഉണ്ടാകാതെ അല്ലെങ്കിൽ അത്തരം ഭിന്ന സ്വരങ്ങളെ പറഞ്ഞ് അനുനയിപ്പിച്ച് നിർത്താനും KC വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് മാത്രം നമ്മൾ എടുത്ത് പറഞ്ഞപ്പോഴേ ഇതിനകത്ത് ഈ താഴെത്തട്ടുള്ള പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 59 ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് വിട്ട്, അതൊന്നും കൂടാതെ നിയമസഭാ നിരീക്ഷകർ അങ്ങനെയെല്ലാം നിരവധി ദേശീയ നേതാക്കൾ അടക്കമുള്ളവരെ കേരളത്തിൽ കൊണ്ടുവന്ന് ഓരോ മേഖലയിലും എത്തിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് അവിടുത്തെ കാര്യങ്ങൾ നോക്കി. ഇപ്പൊ സച്ചിൻ പൈലറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ KJ ജോർജ്, സിദ്ധരാമയ്യ അല്ലെങ്കിൽ പറഞ്ഞ പോലെ രേവന്ത് റെഡ്ഡി, അങ്ങനെ രേവന്ത് റെഡ്ഡി ഒക്കെ ഇവിടെ ദിവസങ്ങളോളം സച്ചിൻ പൈലറ്റ് പാറശാല വന്നിരുന്നു, കോവളത്ത്, അങ്ങനെ തുടങ്ങി. അതായത് തിരുവനന്തപുരം ജില്ല മുതൽ അങ്ങ് കാസർഗോഡ് ജില്ല വരെ പല മേഖലകളിലും ഇതുപോലെ പല ദേശീയ നേതാക്കളും ഇറങ്ങി ചെന്ന് പണിയെടുത്ത് ഉണ്ടാക്കി കൊടുത്തതാണ് ഇന്നത്തെ ദേശീയ നേതൃത്വത്തിൽ KCക്കുള്ള ഒരു പിടിപാടും KCയുടെ സ്വാധീനവും KCക്കുള്ള ആ ഒരു വലിയ സ്വാധീന വലയം കൂടിയാണ് അവരെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചതിന്റെ പ്രധാന കാരണം. നമ്മൾ ഈ പറഞ്ഞ ഈ വിജയത്തിന് മറ്റൊരു 50 പേരുടെ പേരുകൂടി പറയാം. 50 പേരെന്ന് പേര് പറയാൻ കാരണം KC വേണുഗോപാലിൽ ലിസ്റ്റ് ഇട്ടൊരു 50 പേരുണ്ട് താരപ്രചാരകർ. അതിൽ ഷാഫി പറമ്പിൽ അങ്ങനെ തുടങ്ങി ചാണ്ടിയുമൻ അടക്കമുള്ളവരുടെ താരപ്രചാരകരടക്കം ഇവര് ഈ കയറി ഇറങ്ങി പണിയെടുത്തിട്ടുണ്ട്. ഇവരല്ല, അതായത് KC കൃത്യമായി കൊടുത്തു, നിങ്ങൾ ഇറങ്ങിയാൽ മതി, നിങ്ങൾ ഇറങ്ങിയാൽ അത് കിട്ടും, അതിനുള്ള പണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചാൽ കൃത്യമായിട്ടെല്ലാം പണിയെടുത്ത് ചാർട്ട് ചെയ്ത് കൊടുത്തിരുന്നു. അവർ വന്ന് ഇറങ്ങിയാൽ മതി, ബാക്കി എല്ലാ ഗ്രൗണ്ട് വർക്കുകളും KC കൃത്യമായിട്ട് ചെയ്തു. അത് കൃത്യമായ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇറങ്ങി തന്നാൽ മതി, ഇല്ലേ, ബാക്കി എല്ലാ പണികളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ഇല്ലേ, എത്ര നേതാക്കന്മാരാ വന്നേ, ദേശീയ നേതാക്കന്മാരടക്കം കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും ഓരോരുത്തർക്ക് ചാർട്ട് ചെയ്ത് കൊടുത്ത് അവർ കൃത്യമായി വന്ന് കൃത്യമായി കണ്ട് കൃത്യമായി സംസാരിച്ച് പോകുന്ന കാര്യങ്ങൾ അതെല്ലാം വോട്ടായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വോട്ടായി മാറുക എന്നുള്ളതാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ വോട്ടാവില്ലെന്ന് പ്രതീക്ഷ സ്ഥലത്തുനിന്ന് KC വേണുഗോപാൽ എന്ന ഈ രാഷ്ട്രീയ ചാണക്യന്റെ ആ ബുദ്ധിപരമായ നീക്കങ്ങൾ, ഈ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് കൃത്യമായി വർക്കൗട്ടായി അത് ഇവിടെ വോട്ടായി മാറിയെന്ന് മാത്രമല്ല ആ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാവുകയും അതാണ് ഈ കണ്ട എല്ലാ സർവേകളെയും കവച്ചു വെച്ചുകൊണ്ട് ഇന്ന് നടന്ന, അതായത് കഴിഞ്ഞ ദിവസം ഇലക്ഷന്റെ തലേ ദിവസം വരെ വന്നിട്ടുള്ള എല്ലാ സർവേകളെയും കവച്ചു വെച്ചുകൊണ്ട് വന്ന സെഞ്ചറിയിലധികമുള്ള സ്വപ്നതുല്യമായ വിജയം. ഇവിടെ KC വേണുഗോപാലിനെ കുറിച്ച് ചോദിക്കും. KC കൊണ്ട് പറഞ്ഞു അറിയാമോ, സർവേക്ക് നടക്കട്ടെ, എനിക്കറിയാം എന്താണ് കോൺഗ്രസ് സംഭവിക്കാൻ പോകുന്നത്, ഞങ്ങൾ 100-ലധികം സീറ്റിൽ വരും, വന്നിരിക്കും. ഈ വന്നിരിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ പറയുന്നത് ഈ VD സതീശന്റെ വനവാസം മാത്രമാണ് ഇപ്പോഴും വലിയ വാർത്തയാക്കുന്നത്. എന്നാൽ പറഞ്ഞത് ആദ്യം ആരാ? KC വേണുഗോപാൽ. പണിയെടുത്തത് ആരാന്നുള്ളത് അവിടെ കിടക്കുകയാണ്. അതെ, അങ്ങനെ വരുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്ക് വരാൻ പോകുന്ന ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതെ, അതാണ് എല്ലാവരുടെയും വലിയ ആകാംക്ഷ. ഒരു ചർച്ചയില്ല, അതിനകത്ത് ചർച്ച എന്നുള്ള കാര്യമില്ല. KC വേണുഗോപാൽ തന്നെയാണ് അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി. 13ാമത് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്ന ഏക നേതാവ് KC വേണുഗോപാലാണ്. അത് യാതൊരു മാറ്റമില്ല. അത് കേന്ദ്രത്തിനും അറിയാം, സംസ്ഥാനത്തിനും അറിയാം. നമ്മൾ പറഞ്ഞ പോലെ എണ്ണി പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത ഗ്രൗണ്ട് വർക്കുകൾ, അദ്ദേഹം ദേശീയ നേതൃത്വത്തിൽ ഇടപെട്ട് ഇത്തരത്തിലുള്ള ഇവിടുത്തെ ഭിന്ന സ്വരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് നടത്തിയ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ വലിയ രീതിയിൽ അദ്ദേഹം ഈ വ്യത്യസ്ത സ്വരങ്ങളെ, വ്യത്യസ്ത ജാതി സമുദായ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈന്ദവ വോട്ടുകളെ ഏകീകരിക്കാൻ എല്ലാ രീതിയിലും അദ്ദേഹം പാർട്ടിക്കുള്ളിൽ ഓടി നടന്ന് വളരെ വലിയ രീതിയിലൊരു ഗ്രൗണ്ട് വർക്ക് നടത്തിയതിൻ്റെ ഫലമാണ് 2021 കോൺഗ്രസിന്റെ തുടർച്ചയായിട്ടുള്ള പരാജയം. 2016, 2021 തുടർച്ചയായിട്ട് പരാജയത്തോടുകൂടി കോൺഗ്രസ് പോലും പറഞ്ഞത് ഇനി കേരളത്തിൽ കോൺഗ്രസ് ഇല്ല, തിരിച്ചുവരവില്ല, കഴിഞ്ഞു, ഇതോടുകൂടി കോൺഗ്രസ് തീർന്നു എന്ന് പറഞ്ഞ കോൺഗ്രസിലുണ്ടായിരുന്ന പലരും CPM-ലേക്കും അതുപോലെ BJP-യിലേക്കും ചേക്കേറിക്കൊണ്ടിരുന്ന കാലം. ആ കാലത്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം KC വേണുഗോപാൽ വ്യക്തമായി ഏറ്റെടുക്കുന്നത്. അവിടെ മുതൽ ഇതാ ഇന്നലെ വൈകുന്നേരം വരെയുള്ള സംഭവ വികാസങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും നടന്നിട്ടുള്ള എല്ലാ മേഖലകളിലും. അതിപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ ആയിക്കോട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും കൂടാതെ നടന്നിട്ടുള്ള 5ഓളം ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു. അത് ഇത് പുതുപ്പള്ളിയിലടക്കം പാലക്കാട് അടക്കമുള്ള മേഖലയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ. ഇതെല്ലാം ജയിപ്പിച്ച് കേരളത്തിലെ ഇല്ല എന്ന് പറഞ്ഞ കോൺഗ്രസിനെ ഇല്ലടാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ പോവില്ല എന്ന് തെളിയിച്ചിരിക്കുന്ന ഒന്ന്. രണ്ടാമത്, രാജ്യത്ത് കോൺഗ്രസ് 100-ൽ നിൽക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മൾ സംസ്ഥാനത്തിന് മാത്രം പറഞ്ഞു പോയത്. KC വേണുഗോപാൽ ദേശീയ നേതാവാണ്. ആ ദേശീയ നേതാവ് ഇറങ്ങിത്തിരിച്ച എല്ലായിടത്തുനിന്ന് വിജയം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തകർന്നിരുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കുകയും ആ ഇന്ത്യ സഖ്യം കൂടാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് 100 സീറ്റ് കേന്ദ്രത്തിലുണ്ടാക്കുകയും ഇപ്പോഴത്തെ കേരളത്തിൽ 102 സീറ്റ്.
എന്തായാലും കെ സി എടുത്ത പണിയുടെ റിസൾട്ട് കൃത്യമായിട്ട് തന്നെ ഇലക്ഷൻ ഔട്ട്പുട്ടിൽ കണ്ടതാണ്. 102 സീറ്റുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ അമ്പാടെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളത് എല്ലാ എക്സിറ്റ് പ്രവചിച്ച് ആണ്. തീർച്ചയായിട്ടും കോൺഗ്രസിലെ തന്നെ നേതാക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അല്ലേ. അപ്പം എന്തുകൊണ്ടും തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും യോഗ്യൻ അല്ലെങ്കിൽ 100% റിസർവിംഗ്. ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയൻ നിസ്സാര വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അതായത് തോൽവിക്ക് സമാനമായ 20,000 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. 7 റൗണ്ട് വെള്ളം കുടിപ്പിച്ചത് അവിടെ നമ്മൾ നോക്കിയാൽ മതി. കുറച്ചുകൂടി, അതായത് ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ ആരെങ്കിലുമൊക്കെ കുറച്ചുകൂടി അവിടെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ധർമ്മടം അടക്കം പൊളിഞ്ഞ് കൈ വന്നേനെ. അമ്മാതിരി പണിയാണ് കേസ് എടുത്തു വെച്ചിരുന്നത്. അത് കൃത്യമായി പണി ചെയ്തു എന്നുള്ളല്ല, അത് വർക്കൗട്ടായി. അവിടെ 50,000 ഭൂരിപക്ഷത്തിൽ നേരെ 20,000 എത്തിച്ചിട്ടുണ്ടെങ്കിൽ, 30,000 വോട്ട് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടി നന്നായിട്ട് പണിയെടുത്തെങ്കിൽ പിണറായി വിജയൻ എന്ന് വീട്ടിയിരുന്നേനെ. അത്രയ്ക്കുള്ള പണി KC വേണുഗോപാലിന്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാണക്യ ബുദ്ധി കൃത്യമായിട്ട് വർക്കൗട്ടായി എന്നുള്ളതിന്റെ ഫലം നമ്മൾ അതുകൊണ്ട് തന്നെ അടുത്ത കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഉത്തരം കൃത്യമാണ്. KC തന്നെയാണ്. KC വരും, എല്ലാം ശരിയാവും.